ശ്രീ പി എൻ ഹസ്കർ, കൊടി സുനിക്ക് പരോൾ കിട്ടിയതിൻ്റെ സാങ്കേതികത്വം, നിയമപരമായ നൂലാമാലകൾ എന്നുള്ളത് മാറ്റിവെച്ചാലും ഇന്നിപ്പോൾ കൊടി സുനിക്ക് പരോൾ കിട്ടിയതിനെ ന്യായീകരിക്കുന്നത് പി ജയരാജനാണ്, കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും പ്രമുഖ നേതാവ്. അത് മനുഷ്യാവകാശ പ്രചോദിതമാണ് ഈ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് 6 കൊല്ലം കൊടി സുനിക്ക് ജയിലിൽ നിന്ന് പരോൾ കിട്ടിയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നിരന്തരമായി ജയിലിനകത്ത് വെച്ച് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് പരോൾ കൊടുക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിർദ്ദേശത്തിന്റെ മറപിടിച്ച് കൊടി സുനിയെ 30 ദിവസം പുറത്തുവിടുന്നതിനെ ഇങ്ങനെയൊക്കെ CPM നേതാക്കൾ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? അഭിലാഷ്, ഇതിൽ കാണേണ്ടത് ജയിലുകൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ജയിലുകളായി കാണുക എന്നതാണ് നാം കാണുന്ന ഏറ്റവും വലിയ തെറ്റ്. അതൊരു കറക്ഷണൽ ഹോമാണ്. ഏതൊരു കുറ്റവാളിയും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തനിക്ക് മാനസാന്തരം ഉണ്ടാകണം, അതിനുശേഷം തൻ്റെ ജീവിതം പുതിയ രൂപത്തിലേക്ക് മാറ്റണമെന്നാണ് ജയിൽ നിയമങ്ങളിൽ ആകമാനം പറയുന്നത്. അത്തരമൊരു കാഴ്ചപ്പാടാണ് ലോകത്തെമ്പാടും കുറ്റവാളികളെ സംബന്ധിച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ ലോകമാകമാനമുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും എടുക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയരുന്നു ഉള്ളിടത്താണ് വലിയ പ്രശ്നം ഉയരുന്നത്. ജയിൽ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അടുത്ത അങ്ങനെ ഒരു ന്യായീകരണം പറയുമ്പോൾ അങ്ങയുടെ ഈ താത്വികമായ നിലപാടിനോട് യോജിക്കുന്നു. നമ്മുടെ ജയിലുകൾ കറക്ഷണൽ ഹോമുകളാണ്, റിഫോർമേറ്റീവ് ആണ് നമ്മുടെ പണിഷ്മെന്റ്. ശിക്ഷ എന്ന് പറയുന്നത് പ്രതികാരപരമല്ല, പരിവർത്തനപരമാണ് എന്ന വാദത്തോട് യോജിക്കുന്നു. പക്ഷേ ഈ ശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനിക്ക് എന്തെങ്കിലും പരിവർത്തനം വന്നിട്ടുണ്ടോ? 2018 അദ്ദേഹം അവസാനമായി പരോളിൽ ഇറങ്ങുന്നത്. അന്ന് പരോളിൽ ഇറങ്ങിയപ്പോൾ സ്വർണം കൊട്ടിക്കാൻ പോയി ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയാവാണ് ചെയ്തത്. ഇനി ജയിലിനകത്ത് അദ്ദേഹം എത്ര കേസുകളിൽ പ്രതിയായി? ഏറ്റവും ഒടുവിൽ ജയിലിൽ കലാപം ഉണ്ടാക്കിയതിന്, വിയൂർ ജയിലിൽ കലാപം ഉണ്ടാക്കിയതിന് ആണ് അദ്ദേഹത്തെ തവനൂർ ജയിലിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടായത്. അപ്പോൾ പൂജപ്പുര ജയിലിലിരിക്കുമ്പോഴും വിയൂർ ജയിലിലിരിക്കുമ്പോഴും ഫോൺ ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ, ജയിലിനകത്തെ ക്രിമിനൽ ആക്ടിവിറ്റികൾ, ജയിലിനകത്ത് നിന്ന് പുറത്ത് കൊട്ടേഷനും ഈ പറഞ്ഞ സ്വർണം പൊട്ടിക്കലും ആസൂത്രണം ചെയ്യൽ, പരോളിൽ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഇറങ്ങിയ സമയത്തുള്ള ക്രിമിനൽ ആക്ടിവിറ്റി, ഇങ്ങനെ കറതീർന്ന ഒരു ക്രിമിനലിനെ റിഫോം ചെയ്യാൻ മാത്രം നമ്മുടെ സംവിധാനത്തിനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റിഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ആ റിഫോർമേഷൻ നടക്കണ്ടേ? അഭിലാഷ്, ഇതിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും കൊടിസുന്നി അടക്കമുള്ള ആളുകൾ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ്. നമുക്ക് മുന്നിൽ മറ്റ് തെളിവുകളോ സാങ്കേതികത്വത്തിൻ്റെ നിറം പിടിപ്പിച്ച കഥകൾക്കപ്പുറം ഒരു തെളിവുകളും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും കൊടിസുനിയെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഏതൊരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അർഹമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളുണ്ട്. ആ മനുഷ്യാവകാശങ്ങളും അയാളെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാന്ത്വന പരിചരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അത്തരമൊരു ഇടപെടലുകൾ മാത്രമാണ് കൊടിസുനിയുടെ അമ്മ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു അപേക്ഷയിന്മേൽ മനുഷ്യാവകാശ കമ്മീഷന് ജയിൽ DGPക്ക് ഒരു ഉത്തരവ് നൽകാനാവില്ല. എന്നിരുന്നിട്ട് പോലും പരോൾ പരിശോധിക്കുമ്പോൾ, അവധികൾ പരിശോധിക്കുമ്പോൾ നിശ്ചയമായും മനുഷ്യാവകാശം കൂടി പരിശോധിക്കേണ്ടതല്ലേ, പരിഗണിക്കേണ്ടതല്ലേ എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തിന്റെ ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു മനുഷ്യാവകാശ എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മ്യൂണിക്കേഷൻ. അതിൽ കോൾ എടുക്കേണ്ടത് ജയിൽ മേധാവിയാണ്. അദ്ദേഹത്തിന് അതിൽ വിവേചനാധികാരമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഉത്തരവ് കൊടുക്കാൻ അവകാശമില്ല എന്ന് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തെ പുറത്തുവിടണമെന്നോ ഇദ്ദേഹത്തിന്റെ മനുഷ്യാവകാശം പരിരക്ഷിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ, മാനുഷിക പരിഗണന ഇദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്ന് ജയിൽ മേധാവി പരിശോധിക്കണമെന്ന് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും റിപ്പോർട്ട് ഇദ്ദേഹത്തിന് എതിരാണ് താനും. അല്ല അഭിലാഷ്, നമ്മുടെ ജയിലുകളിൽ നിരവധി പേർ ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ പരോളിന് അർഹത കിട്ടുന്നുണ്ട്, പരോൾ ലഭിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രേരിതമെന്നും കേരളത്തിലാകമാനം ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ് എന്ന നിലയിൽ ആ കേസിലെ പ്രതിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിക്കണം എന്ന് പറയുക തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ അർഹതയില്ല. ഏതൊരു കുറ്റവാളി ആയിക്കൊള്ളട്ടെ, അയാൾ ചെയ്തിട്ടുള്ള കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കോടതി നിയമപരമായി അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട നിയമപരമായിട്ടും അർഹതപ്പെടുന്നതുമായിട്ടുള്ള അവകാശം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശപരമായ അവകാശം എന്നുള്ളതാണല്ലോ. ഞാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഹസ്കർ, ഈ കൊടി സുനി എന്ന ആൾ ഒരു നിമിഷത്തെ വികാരാവേശത്തിൽ ഒരു കൊലപാതകം ചെയ്തു പോയ ആളല്ല. ഒരു പാർട്ടിയിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട് ആ പാർട്ടിയെ അന്ധമായി വിശ്വസിച്ച് ഒരു കൊലപാതകം ചെയ്ത ആളുമല്ല. പൈസ വാങ്ങിയ ആളെ കൊല്ലുന്ന ആളാണ്. കൊടി സുന്നി ചെയ്ത ഒരേ ഒരു കൊലപാതകമല്ല TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. അതിനു മുമ്പ് ഇരട്ടക്കൊലയടക്കം കൊലകൾ നടത്തിയിട്ടുണ്ട്. പണം വാങ്ങി ആളെ കൊല്ലുന്ന ഒരു കൊട്ടേഷൻ ഗ്യാങ് ലീഡറാണ് ഈ കൊടി സുനി.
അയാൾ മുൻപ് പരോള് കിട്ടിയപ്പോഴും പരോള് കിട്ടി ഇറങ്ങി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി കേസിൽ പ്രതിയായ ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ പുറത്തിറക്കി വിട്ടിട്ട് ഞങ്ങളിത് മനുഷ്യാവകാശത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് കേട്ടോ, എല്ലാവർക്കും മനുഷ്യാവകാശം ഇല്ലേ എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? അഭിലാഷ്, നമ്മൾ തടവറകളെ കുറിച്ച് മലയാളിക്ക് ഇപ്പോൾ പുതിയ ഒരു കൊളോണിയൽ ഹാങ് ഓവറുള്ള മനസ്സുമായിട്ടാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നിശ്ചയമായും TP കൊല്ലപ്പെടേണ്ട ആളല്ല. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ജിൻഡു പലപ്പോഴും അത് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുന്നത് കൊണ്ടാണ്. TP കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പറയുന്നതിന് എനിക്കൊരു അശേഷം ഭയവുമില്ല ആ കാര്യം പറയുന്നതിന്. ഇനി എന്ത് നിലപാടെടുത്തിരുന്നാലും TP ആ നിലപാടുകൾക്കൊപ്പം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നതുകൊണ്ടും ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങളെന്ന് പറയുന്നത് കൊടിസുനിക്കെതിരെ നടത്തുന്ന മനുഷ്യാവകാശം. ഒരു അമ്മയുടെ ഹൃദയം നിങ്ങൾ കാണുന്നില്ലേ? ആ അമ്മയുടെ മനസ്സ് കാണാനുള്ള സഹനശേഷി നിങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു ഈ വിമർശകർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരമ്മ നൽകുന്നു തൻ്റെ മകനെ ചേർത്ത് പിടിക്കുക, അവസാനം അമ്മയ്ക്ക് മകനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ആർക്കും തെറ്റ് പറയാൻ കഴിയില്ല. അമ്മ മകനെ കാണാൻ ആഗ്രഹിക്കുന്നതേ അല്ല ശ്രീ ഹസ്കർ ഇവിടെ വിഷയം. താങ്കൾ പറഞ്ഞല്ലോ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല എന്ന്. ഈ ലോകത്തെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനാൽ കൊല്ലപ്പെടാൻ പാടില്ല, മറ്റൊരു കൂട്ടം മനുഷ്യരാലും കൊല്ലപ്പെടാൻ പാടില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമാണ് നമ്മുടെ പരമമായ മൗലികമായ അവകാശം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനാൽ കൊല്ലപ്പെടാൻ പാടില്ല, ഒരാളും കൊല്ലപ്പെടേണ്ട ആളല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു സ്ഥിരം ക്രിമിനലാണ്. ജാമ്യം കിട്ടിയോ പരോള് കിട്ടിയോ പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ക്രിമിനൽ കേസിൽ പ്രതിയാവുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറെ കുറിച്ച്, സമൂഹത്തിന് ഭീഷണിയായ ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരത്തിനിടയിൽ അമ്മയുടെ കണ്ണീര് എന്ന കാൽപ്പനികവൽക്കരണം ചെലവാകില്ല. അഭിലാഷേ, കഴിഞ്ഞ 6 കൊല്ലത്തിനിടയിൽ അയാൾക്ക് പരോൾ ലഭിച്ചിട്ടില്ല. അയാൾ പുറത്ത് ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി നമ്മുടെ മുന്നിൽ യാതൊരു അറിവുമില്ല. അകത്താണല്ലോ അയാൾ ഇരിക്കുന്നത്. പക്ഷെ ജയിലിനകത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ഇവിടെ പറഞ്ഞ 13 കേസുകൾ ജയിലിൽ പോയതിനു ശേഷമുള്ള കേസുകളാണ്. ഒരു കുറ്റവാളി ജയിലിനകത്ത് ഇത്രയധികം കുറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കണം. എത്ര തവണ എത്ര ജയിലുകൾ മാറ്റി. കേരളത്തിലെ എല്ലാ ജയിലുകളിലും പാർപ്പിക്കാണ് ഇദ്ദേഹത്തെ. ഓരോ ജയിലിലും കുഴപ്പമുണ്ടാക്കാണ്, സംഘർഷം ഉണ്ടാക്കാണ്. ഏറ്റവും ഒടുവിൽ 2023 ഒരു ജയിൽ കലാപം എന്ന് വേണമെങ്കിൽ പറയാം. ജയിൽ സംഘർഷത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ മലപ്പുറത്തെ ജയിലിലേക്ക് മാറ്റുന്നത് പോലും, തവനൂരിലെ ജയിലിലേക്ക് മാറ്റുന്നത് പോലും. അപ്പോൾ ജയിലിനകത്ത് പോയി ജയിലിനകത്ത് തന്നെ ഇരുന്ന് അവിടെ കലാപം ഉണ്ടാക്കുക, ജയിലിനകത്തിരുന്ന് ഫോൺ ഉപയോഗിച്ച് കൊട്ടേഷൻ ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയുന്നു. ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു സ്ഥിരം കുറ്റവാളിയാണ്. സമൂഹത്തിന് ഭീഷണിയായ ഒരു കുറ്റവാളിയെ ഈ പറഞ്ഞ കാൽപ്പനികവൽക്കരിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, എന്തുദ്ദേശിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ്. അഭിലാഷേ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റും അതുപോലെ തന്നെ CPIയും അയാളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ ഈ 12 കേസുകൾ ജയിൽവാസത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ അദ്ദേഹത്തിന് എടുക്കേണ്ടി വരുമായിരുന്നു. ഒരിക്കലില്ല. അങ്ങനെ എടുത്തു എന്ന സാഹചര്യം തന്നെ മനസ്സിലാക്കപ്പെടേണ്ടത് ഇത്തരത്തിൽ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ CPMോ അയാളെ ഒരു തരത്തിലും സംരക്ഷിക്കുന്നില്ല ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയല്ലേ അത്. മാത്രമല്ല ആ കേസുകളൊക്കെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനലാണ് തന്നെയാണ് അങ്ങ് പറയുന്നത് പോലെ. ഓരോ പ്രശ്നങ്ങളിലും എങ്ങനെയാണ് CPM ഇടപെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ഇവിടെ NV ബാലകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ. CPM നേതാക്കൾക്ക് ഈ ക്രിമിനലുകളെ ജയിലിലെത്തി അനുനയിപ്പിക്കേണ്ടി വരുന്നതും, ഈ കൊലപാതകികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ടതും, അവരുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടതും, അവരുടെ ബന്ധുക്കളുടെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ടതും, അവർ വീട് വെച്ചാൽ ഗൃഹപ്രവേശം നടത്തി കൊടുക്കേണ്ടതും ഒക്കെ പാർട്ടിക്കാരാണെന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെയല്ല. ഇതിൽ പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായി ഓരോ വ്യക്തികളുമായി സഹവസിക്കുകയും ഓരോ വ്യക്തികളുമായി സഹവർത്തിക്കുകയും ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് കാര്യത്തിൽ. അത്തരത്തിലൊരു ക്രിമിനലാണ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട് അയാളെ ഒരു കൈപ്പാടകലെ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ അപകടം. അവരെ കൂടി ചേർത്ത് പിടിച്ച് അവരെ കൂടി നന്നാക്കി കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന ബോധ്യമല്ലേ നമുക്ക് വേണ്ടത്. അത്തരത്തിൽ മാറ്റം വരുന്ന 30 ദിവസം നിങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഇനി ഒരു 28 ദിവസമുണ്ട്. ആ 28 ദിവസത്തിനുള്ളിൽ കൊടിസുനി ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതായി നാം മനസ്സിലാക്കിയാൽ, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വാദമുഖങ്ങളൊക്കെ മാറും. ആ 30 ദിവസം അയാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതെ സ്വന്തം അമ്മയെ പരിചരിച്ചുകൊണ്ട്, അമ്മയുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് അമ്മയോടൊപ്പം നിൽക്കുന്നു എങ്കിൽ
അവിടെ നമ്മുടെ വാദമുഖങ്ങളൊക്കെ പൊളിയും എന്ന് തന്നെയല്ലേ പറഞ്ഞു വരേണ്ടത്. ഈ വിമർശനങ്ങളുടെ എല്ലാ മുനിയുടെയും അനാവശ്യമായിട്ട് ഇതൊരു വിവാദമാക്കേണ്ട വിഷയം ഇതുവരെ കാരണം ഉന്നയിക്കപ്പെട്ട പോലെ ഏത് നിരവധി വിമർശനവും ആളുകൾ അദ്ദേഹം വരുന്ന 30 ദിവസവും ഒരു കൊലപാതക കേസിലും പ്രതിയായില്ലെങ്കിലും 30 ദിവസവും വീടിനകത്ത് ഇരിക്കുകയാണെങ്കിലും നിലനിൽക്കും. ഒരു വിമർശനവും അതിൽ അസംഗതമാവുന്നില്ല, അപ്രസക്തമായി പോകുന്നില്ല.